എന്റെ ദൈവമേ, ദേവരും നടത്ത പുലിവാലി. അങ്ങയുടെ ഭാഗം വിശദീകരിക്കവേ PFI എന്നല്ല പറഞ്ഞത്, കേരളത്തിലെ ഒരു സമുദായത്തെ ചേർത്ത് ഭീകരർ എന്നാണ് പറഞ്ഞത്. തിരുത്തി പോകേണ്ടത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്ന ശങ്കരൻകുട്ടി? മുസ്ലിം ഭീകരവാദികൾ തന്നെ ഞാൻ PFI എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു വർഗീയത എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കോ? അങ്ങനെയാണ് ഹിന്ദു വർഗീയത എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനോ ഹിന്ദു വർഗീയത ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നിന്റെ ആ ടെക്നിക്ക് നന്നായിട്ടുണ്ട്. ബി ഗോപാലകൃഷ്ണൻ സുരേഷ് ഗോപി ഒരു അപ്രിയ കഥാപാത്രമായി മാറിയിട്ടുണ്ടോ തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? അദ്ദേഹത്തിന്റെ വോട്ടർമാർക്ക് മുന്നിൽ അദ്ദേഹം ഒരു അപ്രിയ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു എന്നാണ് ശ്രീ റജി ലൂക്കോസ് അവകാശപ്പെടുന്നത്. അദ്ദേഹം നടത്തിയ മണിപ്പൂരിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരാമർശങ്ങൾ, വർഗീയമായ പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയാകും എന്നുള്ളതാണ് LDF കണക്ക് കൂട്ടുന്നത് എങ്കിൽ ആരാത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? LDF ഇല്ലാത്ത അഭിപ്രായമാണ് റജി ലൂക്കോസ് പറയുന്നത്. കാരണം LDF ആയിട്ട് റജി ലൂക്കോസിന് അത്രേ ബന്ധമുള്ളൂ. റജി ലൂക്കോസ് പറയുന്നതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമില്ല. ആരും വില തരില്ല. അപ്രിയ കഥാപാത്രം ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ LDFന് പോലും അപ്രിയ കഥാപാത്രം ആരാണ് എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നില്ല. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ റജി ലൂക്കോസ് ഓരോന്ന് പറയുന്നതാണ്. ഇപ്പോൾ റജി ലൂക്കോസ് പറയുന്നത് മണിപ്പൂരിൻ്റെ വിഷയമാണ്. ഞാൻ ഒരു വിഷയം മാത്രം മണിപ്പൂരിൻ്റെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാൽ മതി. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? റജി ലൂക്കോസെ, മണിപ്പൂരിലെ കലാപം വംശീയമല്ല. മണിപ്പൂരിലെ കലാപം ട്രൈബൽസിൻ്റെ കലാപമാണ്. അവിടുത്തെ ക്രൈസ്തവ മേധാവികൾ, മഹാരാഷ്ട്രയിലെ ബിഷപ്പ്, ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ നേതൃത്വം അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നാഗാസ് എന്ന് പറയുന്നത് മുഴുവൻ ക്രൈസ്തവരാണ്. ആ ക്രൈസ്തവർ കുക്കി വിഭാഗത്തിലെ ക്രൈസ്തവരുമായി സംഘർഷം. അതൊരു ട്രൈബൽ ഏരിയ. നിങ്ങളിവിടെ വന്ന് മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. മണിപ്പൂരിനേക്കാൾ അപകടകരമായ ഒരു മുദ്രാവാക്യമായിരുന്നു ആലപ്പുഴയിൽ ഉയർന്നത്. അവലും മലരും സൂക്ഷിച്ചോ, കുന്തിരിക്കം സൂക്ഷിച്ചോ, എന്റെ വാക്കാണ്. നിങ്ങളുടെ കാലന്മാർ വരുന്നു. ആരോടാ പറഞ്ഞത്? എനിക്കറിയില്ല. ഈ കേരളത്തില്, നിങ്ങൾ മതേതരത്വം എന്ന് പറയുന്ന ഈ കേരളത്തില് പരസ്യമായ മുദ്രാവാക്യം മുഴക്കിയിൽ ഒരു കൊച്ചിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തു ചുക്ക ചെയ്യാൻ പറ്റിയത്? അതാ സദാനന്ദന്റെ കൂറ്. നിങ്ങൾ ആ പോപ്പുലർ ഫ്രണ്ടിന് വീണ്ടും അനുവാദം കൊടുത്തില്ലേ കോഴിക്കോട്? വീണ്ടും ആ മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞത്? അളിയൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി, മുഖ്യതൊക്കെ കണ്ണടച്ച് കളി. അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പാലാ ബിഷപ്പിന്റെ അരമനയിലേക്ക് ഈ മുസ്ലിം ഈ ഭീകരര് മാർച്ച് നടത്തിയപ്പോ എവിടെ പോയി നിങ്ങളുടെ മതേതരത്വവാദികള്? ഒരാളും വന്നില്ലല്ലോ. അവന്റെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണല്ലോ. ഒരിടതുപക്ഷവും വന്നില്ലല്ലോ, ഒരു വലതുപക്ഷവും വന്നില്ലല്ലോ. പാലാ ബിഷപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് കയറിയാൽ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞ് പോയി നിന്നത് ഈ BJP-ക്കാരാ. കേട്ടില്ലടാ, ഇതിനു വേണ്ടി അപ്പൂട്ടനെല്ലാം ചെയ്യണത്. വെറുതെ അല്ല നാട്ടുകാരെന്നെ പിടിച്ച് പഞ്ചായത്ത് മെമ്പറാക്കിയത്. ഇതൊക്കെ നിങ്ങളൊരു 10 കൊല്ലം മുമ്പ് പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കാം, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയൊക്കെ പറ്റിക്കാം. ഒരു മിനിറ്റ്, അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. മാധു, ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ട് ഭീകര സംഘടനയായിട്ട് നിരോധിക്കപ്പെട്ടതാ. പോപ്പുലർ ഫ്രണ്ടിനെയാണ് പറഞ്ഞത്. ഞാൻ ഇടയിൽ കയറി പറയുന്നതിന് മുൻപ് ഒരു സമുദായത്തെ കൂട്ടി ഭീകരർ എന്ന് പറഞ്ഞതുകൊണ്ട് അത് തിരുത്തി പോകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ഇടപെട്ടതാണ്. മനസ്സിലുള്ളത് പുറത്തു വന്നാണെങ്കിൽ എന്റെ കുറ്റമല്ല. അങ്ങയുടെ വാക്കിൽ നിന്നാണ് പുറത്തു വന്നത്, എന്റെ വാക്കിൽ നിന്നല്ല. അത് ഞാൻ എന്റെ വാക്കുപയോഗിച്ച് അതെന്റെ ഉത്തരവാദിത്തമാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നിങ്ങൾ തിരുത്തിയല്ലോ, നിങ്ങൾ മിണ്ടാതിരിക്കും. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ സംസാരിക്കല്ലേ പ്ലീസ്. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറി വെടിവെക്കുന്ന നിന്റെ പരിപാടി നിർത്തിക്കോളൂ. ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഫാസിസം വന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് കൂവുന്നവരല്ലേ റജി ലൂക്കോസ് നിങ്ങളൊക്കെ. ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള കേരളത്തിലെ ബാന്ധവം ആർക്കാ? ഇടതുപക്ഷത്തിന്. ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം. പുന്നാൻ ഔഷാദിന്റെ കൊലപാതകികളെ സംരക്ഷിച്ചത് ആര്? അന്നത്തെ ഫേസ്ബുക്കുകൾ ഒരു 100 എണ്ണം ഉണ്ട്, ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇറക്കേണ്ട സമയത്ത് ഞങ്ങൾ ഇറക്കും.
അന്ന് പുന്ന നൗഷാദിന്റെ കൊലപാതകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് TN പ്രതാപനാ. അതിനുശേഷമാണ് TN പ്രതാപൻ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടുന്ന ആ തേജസിന്റെ മാസികയുടെ വരിക്കാരനായി അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാൻ പോയത്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ആ പോപ്പുലർ ഫ്രണ്ടുമായി പ്രതാപന് സ്ഥിരബന്ധമാ. ഇത് പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, ഈ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ആളായിരുന്നു മദനി. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. ഞങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ടാണ് കോയമ്പത്തൂർ ജയിലിലും കർണാടക ജയിലിലും ഒക്കെ കിടക്കുന്നത്. പക്ഷെ ഇപ്പോഴും കിടക്കാണല്ലോ. ഒരു മിനിറ്റ് തീർന്നു. ഞാൻ തീർക്കട്ടെ, ഒരു വരി തീർക്കട്ടെ. ഒരു വരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾ പറഞ്ഞത് ശരി പറഞ്ഞാലോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ആ മദനിക്ക് വേണ്ടി ഈ കേരളത്തിൽ നിരാഹാരം കിടന്നാരാ? ആ മദനിയെ ഇറക്കാൻ വേണ്ടി നിരാഹാരം കിടന്നാരാ? അപ്പോ എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളുമായി സഖ്യം ചേർന്നയാളാണ് പ്രതാപൻ. ഈ കുന്തിരിക്കം സൂക്ഷിച്ചോ എന്ന് ക്രിസ്ത്യൻ സമുദായത്തോട് പറഞ്ഞപ്പോ പ്രതാപൻ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രതാപന്റെ കുളവിധാരം ഒന്നും പറയണ്ട. പ്രതാപൻ എല്ലാ കാലഘട്ടത്തിലും മതഭീകരവാദികളുമായി ബന്ധപ്പെടുന്നയാളാണ്. പാമ്പാവൻ, നല്ല അസല് വിഷപ്പാമ്പ്. PFI ആണ് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. അങ്ങയുടെ ഭാഗം വിശദീകരിക്കവേ PFI എന്നല്ല പറഞ്ഞത്, കേരളത്തിലെ ഒരു സമുദായത്തെ ചേർത്ത് ഭീകരർ എന്നാണ് പറഞ്ഞത്. തിരുത്തി പോകേണ്ടത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് പറഞ്ഞത്. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. മുസ്ലിം മതഭീകര സംഘടന എന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞോ ഞാൻ? അല്ല, അങ്ങനെയാണ് ഈ ചർച്ച. ഭീകരവാദികൾ എന്നാണ് പറഞ്ഞത്. റിപ്പീറ്റ് ചെയ്യുക. ഈ മുസ്ലിം ഈ ഭീകരര് മാർച്ച് നടത്തിയപ്പോ എവിടെ പോയി നിങ്ങളുടെ മതേതരത്വവാദികള്? മുസ്ലിം ഭീകരവാദികൾ എന്നാ ഞാൻ പറഞ്ഞത്. അല്ലല്ല, അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. PFI എന്നാണെങ്കിൽ PFI എന്ന് പറയണം. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സൗകര്യമില്ല പറയാൻ. മുസ്ലിം ഭീകരവാദികൾ തന്നെ ഞാൻ പറയുന്നത്. PFI എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു വർഗീയത എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കോ? അങ്ങനെയാണെങ്കിൽ ഹിന്ദു വർഗീയത എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനോ ഹിന്ദു വർഗീയത അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അവനെ കള്ളനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. ആവർത്തനം പറയണ്ട. മുസ്ലിം ഭീകരതയാണ്. ആദ്യ സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നു സാത്താനെ. ജാതിയും മതവും നോക്കാതെ അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനത്തിൽ ഡയറക്ടറാണ് ഞാൻ. എന്നോട് വർക്ക് ചെയ്ത് പറയരുത്. അതെന്താണ്? PFI എന്ന് പറയുന്നത് ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞതിനെ നിരോധിച്ച സംഘടനയാണ് PFI എന്ന് പറയുന്നത്. ശരി, അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ് അങ്ങ് പറയുന്നത്. അത് പ്രേക്ഷകർ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അല്ല, അങ്ങേക്ക് മനസ്സിലായി വിചാരിക്കുന്നത് എന്തായിരുന്നാലും അതിന്റെ കൊസറാക്കൊള്ളി മുഴുവൻ എന്റെ നേർക്കാണല്ലോ വരുന്നേ. ഞാൻ സഹിച്ചു. പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ്. നിങ്ങൾ സൗകര്യം എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ. അല്ലല്ല, അങ്ങയുടെ എനിക്ക് സൗകര്യം അങ്ങനെ തന്നെ പ്രേക്ഷകർ എടുക്കുകയും തെറ്റിദ്ധരിപ്പിക്കേണ്ട ആളുകളെ. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ?